പത്തനംതിട്ട ജില്ലയിൽ മഴ കുറഞ്ഞതോടെ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചു. കഴിഞ്ഞ ദിവസം തുറന്ന 2 ഷട്ടറുകളാണ് അടച്ചത്. ഇതോടെ റാന്നി, ആറന്മുള മേഖലകളിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. കക്കി, പമ്പ ഡാമുകളുടെ ഷട്ടറുകളും അടച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, എന്താണ് വിശദാംശങ്ങൾ? പക്ഷേ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. മൂഴിയാർ ഡാമിന്റെ കഴിഞ്ഞ ദിവസം തുറന്ന 2 ഷട്ടറുകളും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അവിടുത്തെ പരമാവധി സംഭരണ ശേഷിയിൽ നിന്നും ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഷട്ടറുകളും കഴിഞ്ഞ ദിവസം തുറന്ന 2 ഷട്ടറുകളും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കക്കി ഒപ്പം തന്നെ പമ്പ ഡാമുകളുടെ ഷട്ടറുകളും നേരത്തെ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റാന്നി ഒപ്പം തന്നെ ആറന്മുള മേഖലകളിലേക്ക് അടക്കം വരുന്ന ജലത്തിന്റെ അളവ് അതിൽ ഒരു നേരിയ തോതിൽ ഒരു കുറവുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ തോതിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമയം ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ ഈ വെള്ളമെല്ലാം, പ്രത്യേകിച്ചും ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ കയറിയ വെള്ളമെല്ലാം തന്നെ ഇറങ്ങിപ്പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെയുള്ള ആളുകൾ. ഏതായാലും നിലവിൽ കൂടുതൽ ആളുകൾ, ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുന്ന കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങളും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോഴുള്ളതും ഇത്തരത്തിലൊരു ഫയർഫോഴ്സിന്റെ ഒപ്പമാണ്. അവരിപ്പോൾ ഈ മലപ്പുഴശ്ശേരി ആറന്മുള പഞ്ചായത്തിന്റെ തന്നെ അവിടെ എഞ്ചിനീയർ കോളേജിന്റെ സമീപത്തുള്ള വീടുകളിൽ ഈ രോഗികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. നേരത്തെയും ഈ പറയുന്ന പോലെ തന്നെ ഈ സംഘം പോയി 2 ഡയാലിസിസ് രോഗികളെ, അവിടെ ഉണ്ടായിരുന്ന ഈ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾക്കൊപ്പം ഈ ഫയർഫോഴ്സിന്റെ ആളുകൾ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണോ നോക്കുന്നത്? വേഗത്തിൽ പൂർത്തിയാക്കുക, കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ രോഗികളെ മാറ്റാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം വീടുകളിലെ രോഗികൾ നല്ല രീതിയിൽ പെട്ടുകിടപ്പുണ്ട്. അപ്പോൾ അവരെ മാത്രം, കൂടുതലും മറ്റുള്ളവർക്കൊന്നും വലിയ സഹായം വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വീടുകളിൽ സുരക്ഷിതരാണ്. രോഗികളെ എത്രയും പെട്ടെന്ന് നമ്മൾ കരയ്ക്ക് എത്തിക്കുക. ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് അംഗങ്ങളും എല്ലാം നമ്മുടെ കൂടെ രാവിലെ മുതൽ, അത് ഇന്നലെ മുതലുണ്ട്. ഇന്നലെ 2 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞിട്ടും പിന്നെ എല്ലാം ആൾക്കാരുടെ കൂടെ അവർ തന്നെ നമ്മളെ കൊണ്ടാണ് അവർ നടക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, എല്ലായിടത്തും നമ്മളെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ പല യൂണിറ്റായിട്ട് 2-3 തിരിഞ്ഞാണ് ഇപ്പം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ ഒരു 3 യൂണിറ്റിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ തന്നെ. ഫയർഫോഴ്സിൻ്റെ ഡിങ്കി അതുപോലെ സ്കൂബ ടീം, എല്ലാ രീതിയിലും മൊത്തത്തിൽ ആൾക്കാർ ഉണ്ട് നിലവിൽ. ഈ ഹോസ്പിറ്റൽ സേവനങ്ങൾ ആണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. വെള്ളവും ഭക്ഷണമൊക്കെ എത്തിക്കാനുള്ള മുറയ്ക്ക് അവർ എത്തിച്ചു തരുന്ന മുറയ്ക്ക്, അതായത് പഞ്ചായത്തും ബ്ലോക്ക് ആൾക്കാരെല്ലാം എത്തിച്ചു തരുന്ന മുറയ്ക്ക് നമ്മളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പം അതിങ്ങനെ എത്തിച്ചു തന്നാൽ മാത്രം മതി. എല്ലാം നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ചെയ്തു. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ഈ ദുരന്ത മേഖലകളിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുന്നത് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ തന്നെയാണ്. നമ്മളത് വയനാട് ദുരന്ത മേഖലയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2018 പ്രളയത്തിലും നമ്മളത് കണ്ടത് തന്നെയാണ്. ഇപ്പോഴും അവർ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സേവനം ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ക്യാമ്പിലോട്ട് എത്രത്തോളം ആളുകൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഈ മേഖലകളിൽ നിന്ന്? ക്യാമ്പിൽ ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ, അതായത് മിനിഞ്ഞാന്ന് രാത്രി ചെയ്ത മഴ കാരണം കൂടുതലായിട്ട് ആളുകൾ ക്യാമ്പിൽ ഇന്നലെ മുതൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ കിടങ്ങന്നൂർ ഭാഗത്ത് എഴിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാമ്പ് ഇന്നലെ പുതുതായിട്ടൊരു ക്യാമ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിലവിലുള്ള ക്യാമ്പിലോട്ട് കൂടുതലായിട്ട് ആൾക്കാർ ഇന്നലെ എത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉറപ്പാണ്. വേണ്ട സൗകര്യങ്ങൾ തഹസീൽദാർ, വില്ലേജ് ഓഫീസർ വഴി എല്ലാം ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഈ ക്ലോറിന് കാര്യങ്ങളെല്ലാം, ബ്ലീച്ചിങ് പൗഡറും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്ന് 11 മണിക്ക് എത്തിക്കാമെന്നാണ് അറിയിച്ചത്. ഈ വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, പരമാവധി ഇപ്പോൾ 2 നില വീടുകളിലൊക്കെ തന്നെ മുകളിലോട്ട് കയറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെയുള്ള ചില ബുദ്ധിമുട്ട്, കാരണം കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുന്ന പ്രവൃത്തികൾ കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അതിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അടിയന്തരമായിട്ട് എത്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം 3-4 ദിവസമായിട്ട് അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം റെസ്ക്യൂവും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്ന് രാവിലെ മുതൽ റെസ്ക്യൂവിനുള്ള ആളുകളുടെ വിളി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. 2018 ഈ നൽകുന്നത് ദേവൻ അവിടെ NDRF അംഗങ്ങൾക്കൊപ്പമാണ് ദേവൻ ഇപ്പോൾ ഉള്ളത്.